ഇറങ്ങിറങ്ങ. ഇവിടെയോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? അതെനിക്കറിയാം. അളിയനങ്ങ് ഇറങ്ങി നടന്നാ മതി. അല്ലെങ്കിലേ ഓട്ടോയ്ക്ക് 4 രൂപ കൊടുത്ത സ്റ്റേഷനിൽ നടക്കിറക്കും. ഇറങ്ങണം. അറ്റാക്ക് ചെയ്യാതെ നീ വണ്ടി വിട്ടുവിട്. നീ തറവാട്ടി പറഞ്ഞവനല്ലേ നക്കിത്തരം കാണിക്കാതെ. നീയല്ലടാ നക്കിത്തനം കാണിക്കുന്ന നക്കി, എച്ചിത്തനം കാണിക്കുന്ന എച്ചി. 1-ാം തീയതി ആവുമ്പോ കെട്ടിപ്പറക്കി എറണാകുളത്ത് നിന്ന് പോന്നോളൂ തിരുവനന്തപുരത്തേക്ക് മറ്റുള്ളവരെ മുടിപ്പിക്കാൻ. എന്ന കാശ് കയ്യിലുണ്ടോ? അതുമില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ വെട്ടി വിഴിഞ്ഞിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 6 മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയാ മജ്ജറ നീ ഇത് പറയണോടാ. അതല്ലേ പറഞ്ഞത്. ഇല്ലാത്ത ലീവ് കെഞ്ചി പറഞ്ഞു വാങ്ങി മാസം തോറും എത്തുന്നത് ആത്മാർത്ഥ സുഹൃത്തിനെ കാണാനുള്ള ആവേശം കൊണ്ടാ. അതേ ആവേശം ഇനിയും കൂടിയല്ലേ ട്രെയിൻ പോകും. അതെ, ഈ വക കാര്യങ്ങൾ ഞാൻ കോമഡി പറയാറില്ല. ഒരു 50 രൂപ എന്നിട്ട് പോടേ. നക്കി പോയല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്ന് കലക്കിയിട്ടുണ്ടല്ലോ. താനെന്താ തുറച്ചു നോക്കുന്ന തന്റെ സാരിയെ കുറിച്ചാ? ഇതെന്താ ബിന്നി സിൽക്കാ? അല്ല. എന്നാ സരിതയായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഗാർഡൻ പറയല്ലേ. എടോ, ഇതൊക്കെ ഒരുമാതിരി പഴഞ്ച ഫാഷൻ അല്ലേ. മിസ് എലിസബത്ത്, യു ആർ ടു വെയർ ദ മോസ്റ്റ് മോഡേൺ ഡ്രസ്സസ്. എന്റെ ഒരു ഫ്രണ്ട് സിറ്റിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഫ്രീ ഇൻ ദി ഈവനിംഗ് ഐ വിൽ ഹെൽപ്പ് യു. സോറി, ഒരു മേലുദ്യോഗസ്ഥനോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ സാറിന് തരുന്നുണ്ട്. പ്ലീസ് അതില്ലാതാക്കരുത്. ഇതൊക്കെ ഒരു രസമില്ലടോ. പിന്നെ ഒരു അഭിനന്ദനം, അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ? സോറി, എനിക്കിഷ്ടമല്ല. എന്താടോ കുറെ നേരമായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. കണ്ടില്ലേ, മറിയം മാത്യുവിന് ഇതുവരെ എഴുന്നള്ളാറായിട്ടില്ല. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. വണ്ടി കിട്ടിയില്ല, കുട്ടിയുടെ സ്കൂൾ ബസ് വന്നില്ല, ഭർത്താവിന് സുഖമില്ല, അമ്മായി പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതിനുമാതിരി താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ കഷ്ടമാണല്ലോ. പിള്ളേ സാർ, മറിയത്തിനോട് എന്നെ കണ്ടിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്താമെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എക്സ്ക്യൂസ് മീ സർ. എത്തിയോ? പാവം വല്ലാതെ ക്ഷീണിച്ചു പോയി. മോപ്പറ്റ് നിന്ന് സ്റ്റാർട്ടിംഗ് വിള. മനഃപൂർവ്വമല്ല സർ, ഇന്ന് ഡാഡിയുടെ ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി. മനുഷ്യരാകുമ്പോ അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും. ബന്ധങ്ങളുണ്ടാവുമ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. എടോ, ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ടേസ്റ്റും സെൻസും വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തൊരു കോമ്പിനേഷൻ ആണോ ഇത്. പച്ച സാരി, മഞ്ഞ ബ്ലൗസ്, നീല ചെരുപ്പ്. ടു ബി ഫ്രാങ്ക്, യു ലുക്ക് ഹോറിബിൾ നൗ. മിസ് മറിയം, ഈ നല്ല ഡ്രസ് ഇടുമ്പോഴുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ബിൽഡിംഗ്സിന്റെ പെയിന്റിംഗ്, സ്കീം പ്ലാനിംഗ്, കളർ സെലക്ഷൻസ്. ഞാൻ പറയുന്നുണ്ട്, ഇത് മറിയത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. മറിയം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടോ, മാധുരി ദീക്ഷിത് കലക്കിട്ടില്ലേ. മന്ദാകിനി, ആ കോമ്പിനേഷൻ നോക്ക്. ശ്രീദേവിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ മറിയത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് വരാൻ. ഓക്കേ? സാർ വേഗം ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് ഇതൊക്കെ ഭാര്യ പഠിപ്പിച്ചാൽ മതി. എന്നെ കെട്ടാൻ വരുന്ന ആക്ക് ചിലപ്പോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. വരട്ടെ. ഹായ് സൂസൻ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ദൂരെ നിന്ന് നോക്കുമ്പോ ഫ്രണ്ട് എലിവേഷന് കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ലുക്ക് കിട്ടും എന്നുള്ള സംശയം. നോട്ടെ. സാർ ഉദ്ദേശിക്കുന്ന ലുക്ക് ഇനി ഇവിടെ കിട്ടും തോന്നുന്നില്ല. ജനറൽ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സാറിനെ കൊച്ചിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. റിയലി? അതെ, ലിസ്റ്റ് ഞാൻ കണ്ടതാ. സീനിയർ പോസ്റ്റ് ഉള്ളവർക്ക് ട്രാൻസ്ഫർ. ഇവിടെ വന്നൊന്ന് വേരോട് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് പിഴുതെറിയാൻ തിരക്കുമായി. കൊച്ചി സാറിന് കുറെ കൂടി ലക്കിയായിരിക്കും. എന്നാര് പറഞ്ഞു? അത് പിന്നെ
എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മാനേജ്മെന്റിന്റെ എല്ലാ തോന്നിവാസമൊന്നും കൂട്ടുക എന്നെ കിട്ടത്തില്ലടോ. സാറിന്റെ സേവനം കൊച്ചിയിൽ ആവശ്യമുണ്ടെന്ന് മെമ്മോയിലുണ്ട്. Excuse me, sir. യെസ്, This is a measurement of the front portion. ആർ യു ഓക്കെ? Okay, sir. ജസ്റ്റ് വെയിറ്റ്, ഐ കം. എന്റെ സേവനം ഇവിടെയും പലർക്കും ആവശ്യമുണ്ട്. ദേ, ഇതാ ഞാൻ പറഞ്ഞത്, സാറിന്റെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ലെന്ന്. ആരോടോ ഇത്? ഇന്ത്യൻ ബാങ്കിൽ ഒരു കക്ഷിയാ, തുടങ്ങിയിട്ട് കുറെ നാളായി. ഓഹോ, ഇതിപ്പോ രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കുന്ന ലക്ഷണമാണ്. രണ്ടു കല്യാണോ? അതെ, സാർ അറിഞ്ഞില്ലേ? നമ്മുടെ എലിസബത്തിന്റെ കല്യാണവും ഫിക്സ് ചെയ്തു. ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. ഛേ, അപ്പോ അപ്പൊ അതും പോയോ? പിന്നെ എന്റെയും ഷീലയുടെയും കാര്യം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സാറിനോട് പറയാമെന്ന് വിചാരിച്ചു. ഓഹോ, പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിവിടെ വന്നൊരു കാര്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചി എങ്കിൽ കൊച്ചി. പക്ഷേ ഇവിടെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ല. ഒന്നോ രണ്ടോ ആഴ്ച പുറത്തു നിന്നാലും വേണ്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ച ശേഷമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ നോക്കിക്കോ, ഇവിടെ 9 ജനാലകൾ അടയുമ്പോ അവിടെ എനിക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ടാവൂടോ. മിസ്റ്റർ ദേവൻ, ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഇതുവരെ എടുത്തില്ലേ? ഇങ്ങനെ എടുക്കാം മാഡം. ഉടനെ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോജക്റ്റാ. കം ഓൺ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ മാഡം, പാരിവറിന്റെ ഡിസൈൻസ് അപ്രൂവൽ ആയി. ടെലക്സ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഓ, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. എംഡി വിവരം അറിയിച്ചോ? അറിയിച്ചു. താങ്ക് യു. ഓ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ? നോ, നോട്ട് അറ്റ് ഓൾ. സീ ദിസ് പെർട്ടിക്കുലർ പോർഷൻ. ഇവിടെയാണ് നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. പ്രപ്പോസ്ഡ് ഹൈവേ ഈ വഴി ആയതുകൊണ്ട് ഇനിയും 3 മീറ്റർ അകത്തേക്ക് ബൗണ്ടറി ആക്കാനാണ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശം. ഒബ്ജക്ഷനുള്ള സ്ഥിതിക്ക് വി ഹാവ് ടു ഫൈൻഡ് സം ആൾട്ടർനേഷൻ. എക്സ്ക്യൂസ് മീ മാഡം, വൺ സജഷൻ. യെസ്. ഈ കോർണറിൽ ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് കാർ പാർക്കും ചിൽഡ്രൻസ് പാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലോ? ദയവാ. ബട്ട് വൺ തിങ്, കാർ പാർക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു പഴയ ഗണപതി അമ്പലമുണ്ട്. കാർ പാർക്ക് മാറ്റി ചിൽഡ്രൻസ് പാർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ടെമ്പിളിന്റെ സാങ്ക്ടിറ്റി നഷ്ടപ്പെടരുത്. അതുപോലെ തൊട്ടടുത്തുള്ള മഹാഗണി മരത്തെ പ്രൊട്ടക്ട് ചെയ്യും വേണം. രണ്ടിന്റെ ഒരു എല്ലാ സ്കെച്ച് തയ്യാറാക്കാം. ഓ, ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. ഡെഫിനറ്റ്ലി മാഡം. ഫോൺ. യെസ്, അനുപലേ ഹിയർ. ഞാൻ അറിഞ്ഞു. ക്രെഡിറ്റ് മുഴുവൻ സാറിനാ. എനിക്കോ? താങ്ക് യു സർ. സാർ എത്ര ദിവസം? ഓക്കെ ഓക്കെ സർ. ഓക്കെ, താങ്ക്സ്. നൗ യു ക്യാൻ പ്രൊസീഡ്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് സ്കെച്ച് കിട്ടണം. Okay. തേഴ്സ്ഡേ ബോസ് ഔട്ട് ഓഫ് സെഷനാ. ഓക്കെ ഓക്കെ മാഡം. യെസ്, അനുപിള്ള ഹിയർ. അതും പൊട്ടിച്ചോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ആ മുറിക്കുള്ളിൽ കയറ്റരുതെന്ന്. എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാണോ? കൊടുത്തില്ലേ? അത് പറഞ്ഞാ പറ്റില്ല. കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം. മുൻവശത്തെ വാതിൽ എന്തായാലും തുറന്നിടരുത്. ഉച്ചയ്ക്ക് വരാം. വരാന്നേ. എന്താ മോളെ ഇത്? ഇച്ചിക്കുട്ടിയാ? മാമയ്ക്ക് ഒരുപാട് പണിയില്ലേ? മാമ പിണക്കാ മോളോട്. അയ്യേ, പിണങ്ങിയോ? സോറിടാ കുട്ടാ. മാമയുടെ ചക്കര മോളല്ലേ, മാമ വെറുതെ പറഞ്ഞതാ. ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഇന്ന് ഞാൻ പപ്പിനെടുത്ത നിന്റെ കളി. നിന്നെ ഇന്ന് ഞാൻ ഓടിച്ച് പൊട്ടിക്കും.
എന്താ പത്മിനി ഇത്? ഇങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നത്? കുട്ടിയോ? ഇത് പിശാചാ. പത്മിനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുട്ടിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതിനാണോ കുറ്റം? രാവിലെ മുതൽ ഇവിടെ എന്തെല്ലാം വികൃതികളാ കാണിച്ചിരിക്കുന്നത് നോക്കിയേ. എന്താ മോളെ ഇത്? ഇനി ഇങ്ങനെ ചെയ്യൂ? കണ്ടോ കണ്ടോ, കള്ളം നോട്ടം. കാഴ്ച ബംഗ്ലാവിലെ കടുവാക്കുട്ടി വളർത്താൻ പോലും ഇത്രയും പാടില്ല. പത്മിനിക്ക് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മോള് പോ. മുത്തശ്ശ, എന്ത് പറ്റി മുത്തശ്ശ? അല്ല, അനുമോള് വന്നോ? എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്? ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുക ഈ മുത്തശ്ശന്റെ കാര്യം. അത് നേരാ, ഞാനും അവള് ഒരേ പ്രായമല്ലേ. ഇത് കണ്ടോ കുഞ്ഞാ കൊച്ചു കാണിച്ചത്? ഞാൻ പോവുക. ഇതുപോലെ മൂന്നാലെണ്ണം എനിക്കും ഉണ്ട്. കൊച്ചിനെന്തെങ്കിലും കയ്യപ്പത്തം പറ്റിയാലേ അതിനൊക്കെ തള്ളിയില്ലാതാവും. ഹ, പത്മിനി ഒന്ന് നിന്നെ. പത്മിനി, പത്മിനി എന്താ മോളെ ഇത്? സോറി മമ്മ.